അദ്ദേഹത്തിൻ്റെ വിരിമാറിൽ പുതച്ചതുപോലെ ശർക്കലികാങ്കിത ത്രിവർണ്ണ പതാക പുതയ്ക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം സഹോദരി എന്നാണ് പറഞ്ഞത് അല്ലേ? നോക്കി വായിച്ചു. അതെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഓഫർ വീഡിയോയിലല്ല, ഒരു നെഗറ്റീവ് വീഡിയോ അല്ല, വളരെ ഹൃദയം തൊട്ടിട്ടുള്ള സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ വരെ രാഷ്ട്രീയത്തില് ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്നിരുന്ന എന്റെ ജ്യേഷ്ഠൻ പി യതീന്ദ്രദാസ് ചില സാങ്കേതിക കാരണങ്ങളാൽ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയുടെ DCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1970 കാലഘട്ടം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയിലൂടെ 1977 മുതൽ പൊതുരാഷ്ട്രീയ രംഗങ്ങളിലും ചാവക്കാടിന്റെ ഓരോ മുക്കുമൂലയിലും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറായി നടന്നിരുന്ന ഒരു പാരമ്പര്യ കോൺഗ്രസ്സുകാരനായ പി യതീന്ദ്രദാസ്. ഈ യതീന്ദ്രദാസ് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പി യതീന്ദ്രദാസിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നമസ്കാരം. യതീട്ടാ, ഇന്നലെ വരെ ഒരു ഒറ്റ കൊടിയുടെ കീഴിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് പാർട്ടിയുടെ എല്ലാവിധ സംശയങ്ങളും വിളിക്കാനായിട്ട് ഒരു കോളിന്റെ തടസ്സം, ഒരു ഫോൺ കോളിന്റെ തടസ്സം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞങ്ങളൊക്കെ ഇപ്പുറം നിർത്തിയിട്ട് യതീട്ടൻ അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു സംഭവമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. യതീട്ടനെ പാർട്ടി കുറച്ച് 1-2 മാസം മുന്നേ ജില്ലാ പ്രസിഡന്റ് യതീട്ടനെ പുറത്താക്കിയ ഒരു അനൗൺസ്മെന്റ് വരുന്നു. അതിനുശേഷം വരുന്ന കാര്യങ്ങളിൽ യതീട്ടനെ പരിഗണിക്കാണ്ടാവുകയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ട് എനിക്കുണ്ടായ സംശയം തന്നെ, പി യതീന്ദ്രദാസ് എന്ന് പറയുന്ന നേതാവിനെ ഇത്രമാത്രം തരതാഴ്ത്താനായിട്ട് അദ്ദേഹം ചെയ്ത കുറ്റങ്ങളും പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അദ്ദേഹം തന്നെ നമ്മളോട് പറയുകയാണ്. ഇതേക്കാവുന്ന ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട്. എന്തായാലും ഇന്നലെ വരെ നടന്ന നിങ്ങളുടെ വിശ്വസിച്ച പ്രസ്ഥാനത്തെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. എന്തായാലും ഷജീമീറിന്റെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഷജീമീറിന്റെ കോൺഗ്രസ് പ്രവർത്തകർ. അതില് ഷജീമീറിന്റെ ഒരു പ്രയോഗമുണ്ട്, ഏത് നിമിഷം വിളിച്ച ഫോൺ എടുക്കുന്ന, എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് സമീപിക്കാവുന്ന, ഏതായിട്ട് അപ്പുറത്ത് ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോയിരുന്നു. അപ്പോൾ ഞങ്ങള് ഒന്നാമത് പൊളിറ്റിക്കലായിട്ട് അത് അങ്ങനെ അല്ല, ഉപേക്ഷിച്ച് പോകില്ല. ഒന്നാമത് അത് ഞാൻ രാഷ്ട്രീയത്തിനായിട്ട് ഉപരി എല്ലാവരും അത് ഷജീമീറിന് കുറെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ആ ബന്ധങ്ങളൊക്കെ തുടരും, ഇനിയും അതൊക്കെ തുടരും. മാത്രമല്ല ഷജീമീറിന് അറിയാത്തൊരു കാര്യം ഉണ്ടായില്ല, ഓർക്കാത്തത്, ചിലപ്പോൾ കാണാത്തത് കൊണ്ടായിരിക്കും. വല്യപ്പനെ കണ്ട ഓർമ്മയില്ലല്ലോ. വല്യപ്പക്കാരും 3 വയസ്സിൽ മരണപ്പെട്ടു പോയല്ലോ. അപ്പോൾ താങ്കള് ഉമ്മർക്ക് അറിയപ്പെടുക എങ്ങനെയാണെന്ന് അറിയില്ല, ഇബിനുക്കാട് ഉപ്പ. അതെ അതെ, ഉപ്പാടെ വാപ്പാണ് പ്രാണി ഉമ്മർ എന്ന് പറയുന്നത്. വല്യപ്പാണ്, വാപ്പാന്റെ വാപ്പാണ്. ഉപ്പാടെ ഉപ്പ ഞാൻ പറഞ്ഞു. പ്രാണി ഉമ്മർക്ക എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1978 2 പിളർന്നപ്പോൾ അന്ന് വലിയ പക്ഷം അപ്പുറത്ത് നിന്നപ്പോൾ MB അബൂബക്കർ സാഹിബിനോടൊപ്പം നിന്ന ഒരാളാണ് ഉമ്മർക്ക. അപ്പം മുതോട്ടൂർ ചാവക്കാട് മേഖലയിൽ ചില വിഷയങ്ങളിൽ കായികമായി നേരിടാൻ പോലും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അന്നത്തെ ആദ്യമായി പിളർന്ന കോൺഗ്രസിൻ്റെ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ AM മുഹമ്മദ് പ്രസിഡൻ്റായ കമ്മിറ്റിയിൽ സെക്രട്ടറി ആയിരുന്നു. അതിനോടൊപ്പം പ്രവർത്തിച്ച, അതിനായിട്ട് മുന്നേ സീനിയറാണ് അച്ഛൻ. കോൺഗ്രസ്സിലെങ്കിലും കൂടി അച്ഛൻ എന്ന് വേറെ ജോലി പ്രശ്നങ്ങളൊന്നും കൊണ്ട് ഭാരവാഹിത്വം ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ വളരെ അല്പബന്ധമുള്ള, എൻ്റെ അച്ഛൻ PR വേലായതിനും നിങ്ങളെ വല്യപ്പോൾ അപ്പോൾ ഒരുമിച്ച് പ്രവർത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമ്മളെ ബന്ധം എന്ന് പറയുന്നത് 3-ാം തലമുറ ബന്ധമാണ്. അതിനെക്കാട്ടിയും ബന്ധമാണ് ഇപ്പോൾ ഷജീമീറിൻ്റെ മക്കളും തമ്മിൽ. അപ്പോൾ 4-ാം തലമുറയിലേക്ക് കടന്നേക്കുന്നത്. ഷജീമീറിൻ്റെ മക്കളുമായിട്ട് ഞാനും കൂടി ബന്ധപ്പെട്ടപ്പോൾ അതങ്ങനെ എന്തോ നിമിഷം അതൊക്കെ അതേപോലെ തുടരും. എനിക്ക് ഓർമ്മയുണ്ട്, യതിയേട്ടനൊക്കെ മക്കള് വഴിയിൽ നിന്ന് കണ്ടാൽ തന്നെ യതിയേട്ടാന്ന് വിളിച്ചു പോയിട്ട് കൈ കൊടുക്കും. അപ്പൊ യതിയേട്ടാ പിള്ളേരേറ്റവും അത്രയും എന്താ പറയാ ബന്ധങ്ങളാണ്. ചെറിയ കുട്ടികളെ പോലും മുതിർന്നവരെ അതിനൊന്നും തന്നെ ഒരു കോട്ടം തട്ടിയിട്ടില്ല. പക്ഷേ
ഇന്ന് ഞാൻ CPM-ലേക്ക് പോയതല്ല. CPM-ലേക്ക് ഇപ്പോഴും അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എൻ്റെ ഇത് പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതവിടെ കട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ പാരമ്പര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ ആശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്ന് DCC പ്രസിഡൻറ്റ്, എൻ്റെ സുഹൃത്തു കൂടിയ ടാജറ്റ്, ഒരു ഫോൺ കോൾ പോലും ലൂടെയും അന്വേഷിക്കാതെ സ്വാഭാവികമായി സോഷ്യൽ മീഡിയ പോലത്തെ ഫേസ്ബുക്കിൽ അതിലൊന്നും അത്ര വിദഗ്ധനല്ലാത്ത ഞാൻ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ പുറത്താക്കിയാൽ അത് പുറത്താക്കിയതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ ഈ ഇതിലേക്ക് എത്തി നിൽക്കുന്നത്. പുറത്താക്കാനുള്ള കാരണം എന്താ? ഈ കാരണമാണ് ഞങ്ങൾക്ക് കാരണം എന്താ? ഞാൻ ആ ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞത് എന്താ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് പാലോട് രവീനെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കി സംബന്ധിച്ചാണ് ആ പോസ്റ്റ് വന്നത്. അതിപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. പാലോട് രവി ഇപ്പോൾ പുതുക്കി വന്ന 59 അംഗ ചെറിയൊരു കമ്മിറ്റിയിൽ 59 അംഗ ചെറിയ ഭാരവാഹി കമ്മിറ്റിയിൽ ഭാരവാഹിയാണ് പുള്ളി. അത് പുള്ളി തുറന്നോട്ടെ, എൻ്റെ വിഷയം അതല്ല. എന്നെ പുറത്താക്കിയത് എന്തിനാ? ഞാൻ പറഞ്ഞത് എന്താ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മഹാനായ ലീഡർ K. കരുണാകരൻ്റെ മകൻ കേരളത്തിലെ ഏത് നിയോജകമണ്ഡലത്തിലും UDF-ന് കൊണ്ടുപോയി മത്സരിപ്പിക്കാവുന്ന ഒരു നേതാവുള്ളൂ, ഒരു വിശ്വസിക്കുന്ന നേതാവ് K. മുരളീധരനാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഞാൻ അല്ലെങ്കിലും എൻ്റെ ആ ബഹുമാനമൊക്കെ നിലനിൽക്കും. ആ നേതാവിനെ പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതും സുരേഷ് ഗോപിക്ക് കേരളത്തിൽ ആദ്യമായി സംഘപരിവാറിന് കേരളത്തിനെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിലേക്ക് വഴിയൊരുക്കുന്ന വിധത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എന്നും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാര്യമാരും മക്കളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാമോ എന്നും സംഘപരിവാറിൻ്റെ ഏറ്റവും ശക്തമായ സംഘപരിവാർ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഇപ്പോൾ ഷെജിമീർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹിയായിട്ട് പുന്നേന്നുള്ളവർ പോലും ഇല്ല എന്നും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. അതിനാണ് എന്നെ പുറത്താക്കിയത്. എന്താ പറയുള്ളത് അതിനെ പറ്റിയിട്ട്? അല്ല, അത് യതീട്ടനെ പോലൊരു നേതാവിന് അത് റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യം ആവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ അത് എല്ലാ എന്ന് പറയാൻ ആൻ്റണിയുടെ മകൻ ഇപ്പോൾ എവിടെ നോക്കി കഴിഞ്ഞാലൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സ്റ്റേറ്റ് എന്താ പറയുക, സ്റ്റേറ്റും വിട്ടിട്ട് നമ്മുടെ കേന്ദ്രത്തിൽ പോലുമുള്ള ആളുകളുടെ മക്കളുകളും ആളുകളൊക്കെ ഒന്ന് സംഘപരിവാരസത്തിന് കുഴിലൂത്ത് നടത്തുന്ന ആളുകളായിട്ട് വാഴുന്ന കാലത്ത് ഇങ്ങനെ ഉണ്ട് എന്ന്, അത് പ്രാദേശികമായിട്ട് തൻ്റെ നാടുകളിലുണ്ട് എന്ന് യതിയേട്ടൻ പറഞ്ഞു എന്നതാണ് യതിയേട്ടൻ പറയുന്ന ഒരു തെറ്റ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞത് തെറ്റായിട്ടാണ് DCC കാണുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ സംഭവമുണ്ട്. ഇന്നും അതിൽ ഉറച്ചു നിൽക്കണം. പിന്നെ എൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം എൻ്റെ അച്ഛനിൽ നിന്നാണ്. ഞങ്ങൾ പുന്നേൽ, കോഴിക്കോട് ജനിച്ചാലും പുന്നേലാണ് വളർന്നത്. ജനിച്ചു വളർന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ, കുറച്ച് 6 മാസം വ്യത്യാസം ഉണ്ടല്ലോ, 6 മാസം യൂണിവേഴ്സിറ്റി കുറവുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ സമൂഹത്തിൽ അന്ന് അച്ഛൻ പ്രവർത്തിക്കുന്നത് കണ്ടു നോക്കുമ്പോൾ അച്ഛൻ എന്നോട് പറയുന്നു, എന്നോടല്ല അച്ഛൻ്റെ സംസാരങ്ങളിലൊക്കെ ഞാൻ കേട്ട് പഠിച്ചത് RSS എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ഒരിക്കലും ബന്ധപ്പെട്ട് പോകരുത്, പാടില്ലാത്തൊരു സംഘടനയായിട്ട്. അത് ഗാന്ധിവാദം ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങളാണ് അവിടെ കിടക്കുന്നത്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെ നമ്മൾ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു ആശയം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. യതിയേട്ടൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, പുന്നയിൽ SNDP എന്ന് പറയുന്ന ആ സംഘത്തിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു കുടുംബം യതിയേട്ടൻ്റെതാണെന്ന് ഞാൻ കേട്ടു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറഞ്ഞു. യതിയേട്ടൻ വിശ്വസിക്കുന്നത് അതിനുള്ള കാരണം എന്തായിരുന്നു? എന്താണ് അങ്ങനെ? ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ, കുമാരനാശാൻ്റെ ആശയങ്ങളൊക്കെയാണ് നടപ്പിലാക്കുന്നത്. നമുക്ക് തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഇന്നതൊരു സാമുദായിക, ഇന്നല്ല, എൻ്റെ അച്ഛൻ്റെ കാലത്ത് തന്നെ അതൊരു സാമുദായിക സംഘടനയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു സമുദായത്തിൻ്റെ സംഘടന എന്നുള്ള എനിക്കതിൽ എൻ്റെ അച്ഛനും ബന്ധപ്പെട്ടിട്ടില്ല, ഞാനും ബന്ധപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ബന്ധപ്പെടില്ല. അപ്പോൾ ജീവിതത്തിൽ ഇത്രയും ഒരു പരിശുദ്ധി തൻ്റെ ജീവിതത്തിന് അല്ലേ, അങ്ങനെയല്ലേ? SNDP പോലുള്ള പ്രസ്ഥാനങ്ങളിൽ പോലും സഹകരിക്കില്ല എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിന് പരിശുദ്ധി എത്രമാത്രം താങ്കൾ നോക്കിക്കാണുന്നുണ്ട് എന്നാണ് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത്. യതിയേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ചെറിയ ഒരു പാർട്ടി മെമ്പർഷിപ്പ് മുതൽ കൗൺസിലറായി
പിന്നെ നമുക്ക് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങൾ തന്നു, ദേശീയ പാർട്ടിയുടെ DCCയുടെ ജനറൽ സെക്രട്ടറി ആക്കി, ഗുരുവായൂരിൽ തന്നെ പ്രാദേശികമായിട്ട് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന അർബൻ ബാങ്കിൻ്റെ ചെയർമാനാക്കി. സത്യത്തിൽ യതിയേട്ടൻ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ പടിയിറങ്ങി, പുറത്താക്കിയതാണെങ്കിലും ഇപ്പോൾ പടിയിറങ്ങി പോണത് യതിയേട്ടന് ഇഷ്ടപ്രകാരമാണ്. ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് കൊതി തീർന്നിട്ടാണോ താങ്കൾ പോയത് എന്നതാണ് അടുത്ത എൻ്റെ ചോദ്യം. ആ ഒരു ചോദ്യത്തിന് ഞാൻ ഷജിമീറിനൊരു മറുപടി തരാം. എനിക്ക് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് മതി തീർന്നു വന്നു. ഇത് മറ്റേ അത് ഒരു പ്രൂഫോട് കൂടി ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് ഞാൻ ആർക്കയച്ച കത്താൻ നോക്കിയേ. യെസ്, പ്രിയങ്ക ഗാന്ധിക്ക് അയച്ച ലെറ്ററാണ്. പ്രിയങ്ക ഗാന്ധിക്ക് അയച്ച കത്താണ്. അതെ, അതിൽ ഞാൻ അവസാനത്തെ വരി വായിക്കാം. അതിൽ ഞാൻ ആവശ്യപ്പെട്ടത് AICCയുടെയോ KPCCയുടെയോ സംഘടനാപരമായ യാതൊരു ഗ്രീവൻസും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എൻ്റെ അച്ഛൻ 2007 മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരിമാറിൽ പുതച്ചതുപോലെ ശർക്കലികാങ്കിത ത്രിവർണ്ണ പതാക പുതയ്ക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം സഹോദരി എന്നാണ് പറഞ്ഞത്. അല്ലേ, നോക്കി വായിച്ചു. അതെ, സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് അപ്പോൾ ഷജിമീറിന് തോന്നുന്നുണ്ടോ ഞാൻ പൂതി തീർന്നിട്ടാണ് പോയിന്ന്? ഒരിക്കലല്ല. അതും പരിഗണിച്ചില്ല. DCCയുടെയോ KPCCയുടെ നേതൃത്വം അന്വേഷിച്ചില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയാഭിലാഷങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണല്ലോ ഇനി അടുത്ത വിഷയം. ഇവിടെ അതിന് ഈ പ്രത്യേകിച്ച് ഇന്ന് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം സംഘപരിവാറിൻ്റെ അതിപ്രസരം, ചോദ്യം ചോദിക്കുന്നവരെ പോലും കൊല്ലുന്നു. കൽബുർഗി പോലുള്ള ആളുകളെ കൊല്ലണം. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പരാതി എന്ന് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ചോദ്യം ചോദിക്കാൻ പാടില്ലേ? അപ്പോൾ ഉള്ളിൽ ചോദിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കെ ഇവിടെ ഈ രാഷ്ട്രീയം എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന് ചോദിച്ചാൽ ഇതിലൊരു സത്യസന്ധത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകാമാകുന്ന മൂല്യച്യുതികൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിധേയമാണ്. ഇപ്പോൾ ഉള്ളതിൽ ഭേദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനോ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനോ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിനോ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്ത ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനേ വോട്ടർമാർക്ക് അവകാശമുള്ള, അല്ലെങ്കിൽ ഓട്ടയ്ക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മതേതരത്വ നിലപാട് കേരളത്തിൽ സ്വീകരിക്കുന്ന അതിനെ സംഘപരിവാറിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന വിശ്വസിക്കാവുന്ന ഒരിടമായി ഞാൻ കാണുന്നത് ഇപ്പോൾ ഇടതുപക്ഷം. അപ്പോൾ നിങ്ങൾ പറയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം. അതാണ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തിനുള്ളതാ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന ദേശീയ പ്രസ്ഥാനം, അത് മതേതരത്വ ജനാധിപത്യ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രസ്ഥാനം, ഇന്ത്യയുടെ വികസനത്തിന് കൊണ്ടുപോയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഇന്ന് അതിൻ്റെ വഴികളിൽ ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമായിട്ട് പറയുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ CPM അവരുടെ സഖ്യത്തിൽ നിൽക്കണം. അപ്പോൾ വാളയാർ ചുരം വരെ ഞാൻ CPMൻ്റെ ആ ഒരു ഏകപക്ഷീയമായ നിലപാടിൽ നിൽക്കണമല്ലോ. വാളയാർ ചുരം കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിൽക്കുന്നവരും മറ്റേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്നിട്ടാണ് സംഘപരിവാറിനെ നേരിടുന്നത്. കേരളത്തിലെ ആ മനോഭാവമുള്ള കോൺഗ്രസ്സുകാർക്കും ഇനി പ്രതീക്ഷിക്കാവുന്ന ഒരു മതേതര ഇടം CPM ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ അതിന് അവസരം ഉണ്ടാക്കി തന്ന അതാണെങ്കിൽ തന്നെ നമ്മളൊരു പ്രസ്ഥാനം മാറുദ്ദേശിച്ചിട്ട് ഇരിക്കാൻ നേതൃത്വം സമ്മതിച്ചില്ല. എന്തായാലും യതീന്ദ്രദാസ് എന്ന് പറയുന്ന എൻ്റെ ചേട്ടൻ പറയുന്നത്, എൻ്റെ ജ്യേഷ്ഠൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കളുടെ ശരീരത്തിൽ മൃതശരീരമാകുമ്പോൾ ആ പുതപ്പിക്കുവാനുള്ള ത്രിവർണ്ണ പതാക പോലും നിഷേധിച്ച് ആ വിഷമം കൂടെ താങ്കൾ ഇപ്പോൾ പങ്കുവെച്ചപ്പോൾ സത്യത്തിൽ അത് ഞങ്ങൾക്കും കേട്ട എനിക്ക് പോലും ഇപ്പോൾ ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും താങ്കൾ ഈ കുടിയേറിയ ഈ CPM എന്ന പ്രസ്ഥാനം താങ്കൾ ഒരു കാലത്ത് ഈ എന്താ പറയുക ആശയപരമായി ഒരു കാലഘട്ടത്തിൽ കായികപരമായി യഥേട്ടൻ അവർ നേരിട്ടിട്ടുണ്ട്. അന്ന് MLA ആയിട്ടുള്ള ഒരു കേസ് നടക്കുന്ന സമയത്ത് ഞാനാണ് യഥേട്ടനെ ജാമ്യത്തിൽ ഇറക്കി കൊടുത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഞാൻ സമ്മതിച്ചു. ഒരു കാര്യം പറയട്ടെ, MLAക്കെതിരെ ഒരു മറ്റേ CPM പോലുള്ള വലിയൊരു പാർട്ടിയുടെ MLAക്കെതിരെ
ഒരു സമരം ചെയ്തു, അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നുള്ള രീതിയിൽ പ്രചരണം വന്നു. അതിൽ പ്രകോപിതരായ പ്രവർത്തകന്മാരൊരു സമരമുറ എന്നുള്ള നിലയ്ക്ക് അവർ കായികമായി എന്നെ ആക്രമിച്ചു അതിനെ അങ്ങനെ കാണുന്നു. അത് ഞാൻ സമ്മതിച്ചു. അതെനിക്കൊരു അവാർഡായിട്ട് കാണുന്നു. കോൺഗ്രസ്സുകാർ ചെയ്തതാ. എന്നെന്തിനാ 2018 കള്ളക്കേസിൽ കുടുക്കിയത്? 2020 തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും യതിയേട്ടൻ എനിക്ക് 120 ദിവസം ആണ് യതിയേട്ടൻ ഒളിവിൽ പോയിട്ടുള്ളത്. ആ ഒളിവിൽ ഇരിക്കുമ്പോൾ പോലും പാർട്ടി താങ്കൾക്ക് സീറ്റ് നൽകിയിട്ടുണ്ട്. ഭയങ്കര വിശേഷണമാണ് അത്. ഞാൻ ഒളിവിൽ പോയത് മറ്റേ ഏതെങ്കിലും മോഷണ കേസിൽ പ്രതിയായിട്ടോ അതല്ലെങ്കിൽ വല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ ഷെജിമീറിന് വിഷമം തോന്നും. ഇപ്പോൾ ചില കോഴികളുടെ വർത്തമാനമൊക്കെ നടക്കണില്ല, അങ്ങനത്തെ കേസിൽ പ്രതിയായിട്ടോ അല്ലല്ലോ. കൃത്യമായിട്ട് കോൺഗ്രസ്സിൽ ഇപ്പോൾ എന്നെ പുറത്തായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൃത്യമായി ഫ്രെയിം ചെയ്തുണ്ടാക്കിയ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് നാട്ടിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇവിടുത്തെ ഞാനിപ്പോൾ ഇനി ഞാൻ പേര് പറയില്ല, പേരൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അപ്പുറത്തൊരു അന്ന് ഞാൻ ഇന്ത്യയും കൂടി പാർട്ടിയിലുള്ള ആൾക്കാരെന്നൊക്കെ ഞാൻ അവരൊക്കെ പേര് വിളിച്ച് പറഞ്ഞിരുന്നു. ഇനി ഞാൻ പറയാൻ പാടില്ല. അതിന് ഇനിയൊരു പാർട്ടി തന്നെ ഉത്തരവാദിത്തത്തിലേക്ക് വരേണ്ട കാര്യമുണ്ടല്ലോ. അത് ഷെജിമീർ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ആരാണ് കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന്. കള്ളക്കേസിൽ കുടുക്കി ഇട്ടതിന് ശേഷം എൻ്റെ അസാന്നിധ്യത്തിൽ ആ കള്ളക്കേസ് ഉണ്ടാക്കിയ ആൾക്കാർ പതിവില്ലാണ്ട് വാർഡ് കോൺഗ്രസ് യോഗത്തിൽ വന്നിരുന്ന് നിർബന്ധമായിട്ട് യതി മാത്രമാണ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ച് നോമിനേഷൻ കൊടുപ്പിച്ച് എന്നെ എൻ്റെ വാർഡിൽ തോൽക്കണ ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്ത നാടകമല്ലായിരുന്നു അത്. അതെനിക്ക് കിട്ടിയ അവാർഡല്ല. 15 കൊല്ലം കൗൺസിലറായിരുന്നാൽ രണ്ടാമത് വീണ്ടും മത്സരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകകണ്ഠമായി തിരഞ്ഞെടുത്തതല്ലേ. അതിൽ പങ്കെടുത്ത ആരാന്ന് ഷെജിമീറിൻ്റെ ഇപ്പോഴുള്ള പാർട്ടിയിലുള്ള ആൾക്കാരോട് ചോദിക്കും, മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ചോദിക്കും ആരൊക്കെ പങ്കെടുത്ത് ആരൊക്കെ തീരുമാനിച്ചു. രേഖയുണ്ടല്ലോ. അത് എനിക്ക് എന്തൊരു അവതാരം. പിന്നെ ഷെജിമീർ പറഞ്ഞു എന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ DCC ജനറൽ സെക്രട്ടറി വരെയൊക്കെ ആക്കിയില്ലേന്ന്. അത് പറച്ചില്ലല്ലോ. ആളുകളാണല്ലോ. ഞാനത് ഒരു സാധനവും DCC ജനറൽ സെക്രട്ടറി ആയിരുന്നാലും ശരി, അർബൻ ബാങ്കിൻ്റെ ഡയറക്ടറും ചെയർമാനായിരുന്നാലും ശരി, മുനിസിപ്പാലിറ്റി കൗൺസിലറായിരുന്നാലും ശരി, അതുപോലെ വഹിച്ച എല്ലാ ഇതിനെയും എല്ലാവരും സ്ഥാനമായിട്ട് കാണുമ്പോൾ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിന് ഞാൻ നിൽക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ചുമതലയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ഞാനൊരിക്കലും അത് അലങ്കാരമായിട്ട് കണ്ടിരുന്ന ആളല്ല. DCC ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കാരമാക്കി പാർട്ടി 120 ആളെ നോമിനേറ്റ് ചെയ്തു. പിന്നെ അതൊരു അലങ്കാരമായിട്ട് കുറേ കാലം നിലനിന്നു. അതും മനസ്സ് മുട്ടിയപ്പോൾ ആ DCC ജനറൽ സെക്രട്ടറി സ്ഥാനം ഒരു കുരിശ, എൻ്റെ സ്വഭാവത്തിന് ചേരാത്തൊരു കുരിശ. കാരണം അതിൽ പ്രവർത്തിക്കാനും പറ്റില്ല, ഈ പേരുണ്ട്. അതുകൊണ്ട് ഞാനത് ആരും പുറത്താക്കാതെ രാജിവെച്ച് ഒഴിഞ്ഞതാണ്. ആ സമയത്തൊക്കെ പിന്നെ എന്നെ സംഘടനാപരമായിട്ട് 1983 എന്ന് പറയുമ്പോൾ എനിക്ക് 21 വയസ്സ്. അപ്പോൾ എത്ര കൊണ്ട് ചെറുപ്പമായിരിക്കും. അന്ന് ഇതുപോലെയല്ല യൂത്ത് കോൺഗ്രസ് ഏറ്റവും ഉദിച്ച് നിൽക്കുന്ന കാലം, അല്ല പ്രവർത്തകരുള്ള കാലം. എന്നെ തിരഞ്ഞെടുത്താണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായിട്ട് അന്നത്തെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പ്രവർത്തനം തുടങ്ങിയതാണ്. എനിക്കറിയുമായിരുന്നില്ല ഇവിടുത്തെ ഗ്രൂപ്പിസത്തിനെ പറ്റി അറിയില്ല. അതിൻ്റെ മറ്റു കാര്യങ്ങളൊരു സജീവ കോൺഗ്രസ് പ്രവർത്തകനും PR വേലാതിൻ്റെ മോനൊന്നുള്ള പരിഗണനയായിരിക്കും അന്നും പോലെ തുടങ്ങിയത്. അപ്പോൾ അതിലിടയ്ക്ക് തന്നെ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം ബ്ലോക്ക് പ്രസിഡൻ്റായപ്പോൾ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അന്ന് തന്നെ 94 ഒഴിവാക്കി. 2014 വരെ ഞാനൊരു പാർട്ടി ഭാരവാഹിത്തല്ലാണ്ട് ഇതൊന്നല്ലോ പ്രവർത്തിച്ചല്ലോ. അപ്പോൾ യതിയേട്ടൻ ഇത് ഈ പാർട്ടി പുറത്താക്കൽ ആദ്യത്തെ നടപടിയൊന്നുമല്ല. ഇതിനു മുന്നേ പാർട്ടി പുറത്താക്കിയിട്ടില്ല. പിന്നെ ലീഡർ K. കരുണാകരനോട് ഇപ്പോൾ നിങ്ങളിപ്പോൾ CPM വിരോധം പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട്. കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ്സിനെ കവച്ചു വെച്ച് ഒറ്റയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് കേരളം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അവരുടെ ശൈലിയിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് പ്രവർത്തനം നടത്തി CPM-നെയൊക്കെ വെല്ലുവിളിച്ച് കോൺഗ്രസ്സിനെ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് K. കരുണാകരൻ. ആ K. കരുണാകരൻ 2005 ഞങ്ങളോടൊക്കെ പറയണത് നമ്മൾ കോൺഗ്രസ്സിൽ ഇന്ന കാരണങ്ങളാൽ പുറത്തേക്ക് വരണം, DIC രൂപീകരിക്കണം, അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ K. മുരളീധരൻ ഇന്നലെ എന്നെ വിളിച്ച K. മുരളീധരനോട് ചോദിക്കുമോ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് അരിവാളും ചിറ്റിയും നക്ഷത്രത്തിൽ വോട്ട് ചെയ്യണമെന്നും അങ്ങനെ ചെയ്യണമെന്ന് പ്രസംഗിക്കണമെന്നും പറഞ്ഞ്. അപ്പോൾ ഇതൊരു പുതിയ അങ്ങനെ ആകുമ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇടതുപക്ഷ വികാരമുള്ളവരുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ലീഡറെ പോലുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റായിട്ട് ചേരാൻ പറഞ്ഞത്. ഞാൻ പല കാര്യത്തിലും ലീഡറെ മാതൃകയാക്കുന്ന ആളാണ്.
അന്ന് പറഞ്ഞ കെ മുരളീധരൻ ഇന്ന് കോൺഗ്രസിൽ ഉണ്ട് കേട്ടാ. ആയിക്കോട്ടെ, അത് DIC ലീഡർ തീരുമാനിച്ച DICയുടെ ഭയങ്കര മറ്റ് അന്ന് ഔദ്യോഗിക പക്ഷത്ത് നിൽക്കണങ്ങാട്ടിയും വേല്യബിൾ ആയിരുന്ന ആളുകളുള്ള ആയിരുന്നു DIC എന്നുള്ള തെളിവാണത്. കാരണം 1/2 ഡസൻ DCC പ്രസിഡന്റുമാർ പിന്നെ ആയത് DICക്കാരാണ്. ജയ് ഇന്ദിര, ജയ് INC എന്ന DIC എന്ന് പറഞ്ഞിട്ട് ലീഡർ കൊടി വീശുമ്പോൾ എൻ്റെ പിന്നിൽ നിന്നൊരു പയ്യൻ, നിങ്ങളാരാന്ന് ചോദിച്ചു ഞാൻ. അല്ല, ഞാൻ KSUവിൻ്റെ ഒരു പ്രവർത്തനം. അപ്പോൾ ഒന്ന് കയറി നിന്നോന്ന് പറഞ്ഞു. അതാണ് ഷിയാസ്, DCC പ്രസിഡന്റ് എറണാകുളം. അന്ന് DICയുടെ ഒപ്പം 9 MLA-മാർ രാജിവെച്ച MLA അന്ന് മന്ത്രിയായിരുന്ന ശങ്കരൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ആളാണ് ഇപ്പോഴത്തെ കോഴിക്കോട് DCC പ്രസിഡന്റ്. ഇന്നത്തെ UDF-ൻ്റെ ജില്ലാ ചെയർമാൻ, DICയുടെ പിന്നീട് NCPയുടെയും ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആളാണ്. വയനാട് DC പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ മാറ്റി അപ്പച്ചൻ DIC ഇരുന്ന ആളാണ്. ഇനി പറഞ്ഞതേ ഒരു കല്ലാറ ഇബ്രാഹിം കുട്ടി. അപ്പോൾ അന്ന് കരുണാകരൻ്റെ ഒപ്പം നിന്നിരുന്ന ആളുകളാണ് ശരിയായിട്ടുള്ള കോൺഗ്രസ്സുകാരെന്നാണ് അതിൻ്റെ തെളിവ്. ഒരു വെട്ടും തടയും ആണ് ഈ നമ്മുടെ പാർട്ടിയുടെ, അതായത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു മുഖ്യ ശൈലി എന്ന് പറഞ്ഞാൽ വെട്ടും തട തന്നെയാണ്. അങ്ങനെ പയറ്റി തളഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ് P. യതീന്ദ്രദാസ് എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ പറ്റുമോ? അതൊക്കെ ഷജിമേറിനോടുള്ള ഇഷ്ടം കൊണ്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല, അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരൻ കോൺഗ്രസ് വിടുമ്പോൾ, ഞാൻ ഇഷ്ടം കൊണ്ട് തന്നെയാണ്, അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരൻ കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ ആ പ്രസ്ഥാനത്തെ അത് നഷ്ടമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഞാൻ എന്താ വെച്ചാലേ അത് നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ കോൺഗ്രസ് വിട്ടതല്ല, എന്നെ പറഞ്ഞയച്ചതാണ്. പുറത്താക്കിയപ്പോൾ പിന്നെ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ, സോഷ്യൽ വർക്ക് നടത്താൻ, ആരോഗ്യവും സമയവും അതിന് താല്പര്യമുള്ള ഒരാളെ ഒന്നുമില്ലാണ്ട് മാറ്റി നിർത്തിയപ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്താ വിചാരിച്ചിട്ടുള്ളത്? പുറത്താക്കിയപ്പോൾ, പാർട്ടി പുറത്താക്കിയപ്പോൾ ഇദ്ദേഹം വേണ്ടാന്നല്ലേ? പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്ന് ഒരാളെ പുറത്താക്കി നിർത്തിയ ആൾക്ക് എന്ത് പ്രവർത്തനം പിന്നെ നടത്താൻ പറ്റുക? പാർട്ടി നേതൃത്വം, അതായത് ജില്ലാ നേതൃത്വം അങ്ങനെ തീരുമാനിച്ചാലും പ്രാദേശികമായിട്ട് ഞങ്ങളുടെ ഒരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പുന്ന എന്ന ഗ്രാമത്തിൽ യതീന്ദ്രദാസ് എന്ന് പറയുന്ന ഈ നേതാവും പോക്കുട്ടിയാഴ്ച എന്ന് പറയുന്ന ഈ നേതാവും, 2 നേതാക്കളാണ് ഞങ്ങൾ ലീഡർഷിപ്പിലുള്ളത്. സത്യത്തിൽ ഇന്ന് പുന്ന അനാഥമാണ്. കഴിഞ്ഞ 3-4 മാസമായിട്ട് P. യതീന്ദ്രദാസിന് സജീവ രാഷ്ട്രീയത്തിൽ കാണുന്നില്ല. താങ്കൾ പാർട്ടിക്ക് പുറത്താണ്. അബൂബക്കർ ഹാജി എന്ന് പറയുന്ന പോക്കുട്ടി ഹാജി ശാരീരിക അസ്വസ്ഥത മൂലം അദ്ദേഹം വീട്ടിൽ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് ചുരുങ്ങി വരികയാണ്. എന്നാലും അദ്ദേഹം അത്യാവശ്യം യോഗങ്ങളിലെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ 2 പേരില്ലാത്ത പുന്ന എന്ന് പറയുന്നത് മാറ്റിവെച്ചാൽ അതറിയാലോ യതീട്ടന്. അപ്പോൾ കൃത്യമായി ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു കോൺഗ്രസിന്റെ ആലയമാണ് ഇന്ന് പുന്ന എന്ന സത്യത്തിൽ എനിക്ക് തോന്നുന്ന കാര്യമാണ് കേട്ടോ. ഈ ഒരു നിലപാട് എല്ലാ കോൺഗ്രസിന്റെ അണികൾക്കോ അല്ലെങ്കിൽ അനുഭാവികൾക്കോ ഉണ്ടാവണമെന്നില്ല. ഒരു നല്ല കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ പാർട്ടിയിൽ, എൻ്റെ നാട്ടിലെ കോൺഗ്രസ്സിനെ ഞാൻ നോക്കിക്കാണുന്നത് ഇപ്പൊ ഈ നിലപാടിലാണ്. ഇന്ന് പുന്നയിൽ ലീഡ് ചെയ്യാൻ പറ്റിയൊരു നേതാവ് ഇല്ല എന്ന സത്യമാണ്. ഇതില് യതീട്ടനെ വിശ്വസിച്ചിട്ട് ഈ പ്രസ്ഥാനത്തിൽ, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിങ്ങളോട് കൂടെ വന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെ വരെ തരംഗം, അത് കഴിഞ്ഞ ദിവസം തരംഗം എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ വാർഷികത്തിൽ യതീട്ടന്റെ വിളി കേട്ട് വന്ന 100 കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരോടൊക്കെ ഇന്ന് യതീട്ടൻ എന്താ പറയാനുള്ളത്? അന്ന് ഞാൻ അവരോട് പറയാൻ നേരിട്ട് പറഞ്ഞിരുന്നു. അതിലിപ്പോൾ ഷജിമീർ കുറേ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പുന്നയിൽ ഒരു അനാഥാവസ്ഥയാണ്, നേതൃത്വം ഇല്ല എന്നുള്ളത്. ആ പ്രശ്നം ഉദിക്കുന്നില്ല. ഞാൻ പുന്നയിലുണ്ട്, ഞാൻ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതില് ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞത്. നാളെ കമ്മ്യൂണിസ്റ്റുകാരാ പറഞ്ഞത്. ആയിക്കോട്ടെ, അതിലെന്താ കാര്യം വെച്ചാലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് ഇപ്പോൾ പഴയ പോലുള്ളൊരു അങ്ങനെ 2 കമ്മ്യൂണിസ്റ്റ് ആവാൻ പാടില്ല, കോൺഗ്രസ് ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന കാലം പോയില്ലേ. ഇന്ന് വികസന രാഷ്ട്രീയം, പിന്നെ ഇന്ന് നേരിടുന്ന ആശയപരമായ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വിഭാവനം ചെയ്യണ ഒന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരു കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കേരളത്തിലോ പുന്നയിലോ ഒതുങ്ങുന്ന പ്രസ്ഥാനമല്ലോ. കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ അന്തർദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നാണ്. കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പുന്നയിലോ ചാവക്കാട് ഒതുങ്ങണമല്ലോ, ഇന്ത്യ മുഴുവൻ ഒതുങ്ങണമല്ലേ. ഇന്ത്യ മുഴുവൻ ഒതുങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നേരിടുന്ന വെല്ലുവിളി ഒന്നാണ് സംഘപരിവാർ വിരുദ്ധത. സത്യത്തിൽ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ P. യതീന്ദ്രദാസ് എന്ന് പറയുന്ന ഈ ഒരു നേതാവ് ഒരു പാർട്ടിയെ ഒരു ചെറുതായിട്ട് പ്രതിസന്ധിയിൽ നിർത്തിയില്ലേ? അല്ല, അതിലെന്താ കാര്യം വെച്ചാലേ കോൺഗ്രസ്സിൽ നിന്ന് പ്രതിസന്ധിയിലാക്കണതും
കോൺഗ്രസിന്റെ പുറത്ത് നിന്ന് പ്രതിസന്ധിയിലാക്കും, രണ്ടും രണ്ടാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് കാരണം വെച്ചാല് അല്ല, ഞാൻ ചോദിക്കാം, കോൺഗ്രസിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അത് കോൺഗ്രസിനെ പുന്ന മാത്രമല്ല, സംസ്ഥാനത്തിലെ കോൺഗ്രസ് പോലും പ്രതിസന്ധിയിലാവുന്ന ഒരു വെല്ലുവിളി ഒരിക്കൽ നടത്തിയ ആളല്ലേ ഷെജ്മീർ? മറന്നാ? ഞാനങ്ങനെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വെല്ലുവിളിയല്ല, പ്രതിസന്ധിയിലാക്കി എനിക്ക് ഓർമ്മയില്ല. ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൗണ്ടർ ചെയ്യാം. ഞാൻ പെട്ടെന്ന് പല വിഷയങ്ങളും നമ്മൾ ഒരുമിച്ച് ഇടപെട്ട കാരണം ഡേറ്റിലേക്ക് ഒന്നും പോണില്ല. നിങ്ങളെ ആ ബന്ധുവും അതിനായിട്ട് പിന്നെ അല്പമിത്രവും ഹൃദയത്തിന്റെ ഭാഗമായിരുന്ന നൗഷാദിന്റെ കൊലപാതകം മറന്നില്ലല്ലോ. നൗഷാദ് ചങ്കാണ് അല്ലേ? നൗഷാദിന്റെ സാമ്പത്തിക ഭദ്രതയുടെ തകർച്ച ഭയങ്കരമായി എൻ്റെ ശ്രദ്ധപ്പെടുത്തി. അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ത്രിവർണ്ണ പതാക അന്നത്തെ MP DCC പ്രസിഡൻ്റായിരുന്നു പ്രതാപം ത്രിവർണ്ണ പതാക വന്നപ്പോൾ നൗഷാദിന്റെ ശരീരത്തിലെ പുതയ്ക്കണമെങ്കിൽ ഒരു കാര്യം എതിയായിട്ട് കേൾക്കണമെന്ന് ഷെജ്മീർ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? അന്ന് പറഞ്ഞത് സ്ഥലം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് അവിടെ. നിങ്ങൾ നൗഷാദിന്റെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് കടന്നു പോവാതിരിക്കുകയും പാർട്ടിയുടെ അജണ്ട നടപ്പിലാക്കാൻ പോയി ആ രീതിയിൽ എതിയായിട്ടടക്കമുള്ള നേതാക്കള് ആ കുടുംബത്തിനെ കുറിച്ച് ആരും സംസാരിക്കുന്നു ഞാൻ കേൾക്കുന്നില്ല അവിടെ. അപ്പോൾ ഞാൻ എതിയേട്ടനെ വിളിച്ചു. എനിക്ക് എല്ലാം കൊണ്ടും ഫ്രീഡം ഉള്ള എന്ത് പറയാൻ സൗകര്യമുള്ള എതിയേട്ടനെ വിളിച്ചിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൗഷാദിന്റെ ആ മയ്യത്തിന് മുകളിൽ നിങ്ങളെ ത്രിവർണ്ണ പതാക പുതപ്പിക്കണമെങ്കിൽ കുടുംബത്തെ പാർട്ടി ഏറ്റെടുക്കണമെന്ന്. എതിയേട്ടൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം പറയാൻ പറ്റില്ല, പാർട്ടി നേതൃത്വത്തോട് എനിക്ക് പറയേണ്ടതുണ്ട്. അങ്ങനെ എതിയേട്ടൻ ആ സമ്മതം വാങ്ങിച്ചിട്ട് പിന്നീട് പരിഹരിക്കാന്ന് ഞാൻ പറഞ്ഞു. ഉറപ്പായിട്ടും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പരിഹരിച്ചിട്ട് മതി എന്നുള്ള രൂപത്തിൽ. അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കേണ്ടത് അത് ആവശ്യം ഞങ്ങളുടേതാണ്. ആ കുടുംബത്തെ, അതായത് അന്ന് ആ സന്ദർഭം കഴിഞ്ഞാൽ പാർട്ടി തീരുമാനം നിലപാട് എന്താവുമെന്ന് എൻ്റെ ചെറിയ മനസ്സിന് ചിന്തിക്കാവുന്ന അതിൻ്റെ അപ്പുറത്തേക്ക് മാറിപ്പോയിട്ടുണ്ട്. അത് സത്യമാണ്. അന്ന് യതീന്ദ്രദാസ് എന്ന് പറയുന്ന ചേട്ടനോട് ആ കുടുംബത്തെ പാർട്ടി ഏറ്റെടുക്കണം എന്ന് നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയതായിട്ട് അങ്ങനെ അതൊരു കാര്യമല്ലോ. അന്നത്തെ ഒരു ഇത്രയും വലിയ സെൻസിറ്റീവായ ടൈമിൽ DCC പ്രസിഡന്റ് വന്ന് കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് കൊല്ലപ്പെട്ട ആ ഒരു അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ആ കോൺഗ്രസ് പതാക പുതപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നെന്താ ഷെജ്മീറിന് പറയാനുള്ളത്? അല്ല, അത് പ്രതിസന്ധിയല്ലേ? ആയിരുന്നെങ്കിൽ പ്രതിസന്ധിയല്ല. ഉറപ്പായിട്ടും അത് തരണം ചെയ്ത് എങ്ങനെ ഒരു ആളോടും ആലോചിക്കാതെ ഞാൻ അതിന് തീരുമാനം ഉണ്ടാക്കി തരാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അന്ന് ഞാനുണ്ടായിരുന്നു, എൻ്റെ ഒരു 4 സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ട്. ഒന്ന് നമ്മുടെ അതെ കാതൃകാട മകൻ ഉണ്ടായിരുന്നു. പിന്നെ പാലുവായുള്ള സുഹൃത്ത് കമറു ഞങ്ങൾ 3 പേര് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് ഏറ്റെടുത്ത് പരിഹരിക്കുന്ന ഞാൻ പറഞ്ഞത്. ഞാൻ ആലോചിക്കാന്ന് മാത്രമല്ല പറഞ്ഞത്. അത് പരിഹരിച്ചു. അത് പരിഹരിക്കുന്ന കാര്യത്തിൽ വേണ്ട പോലെ സഹകരണം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന അതിൻ്റെ പേരിലും ഞാൻ വേട്ടയാടപ്പെട്ടോ? നിങ്ങളൊക്കെ കുടുംബം, ഞാൻ കുടുംബകാര്യം പറയാം, കുടുംബത്തിനത് സംരക്ഷണമായി മാറിയോ? ഉറപ്പായിട്ടും മാറി. അതിന് ശേഷം അതിൻ്റെ നീക്കം നടത്തിയത് നിങ്ങൾക്ക് അറിയാലോ. അപ്പം ബാക്കി ഒരു കാര്യമുണ്ട്. അതിന് കടപ്പാട് എങ്ങനെയാ വെച്ചാൽ മറ്റേ തൃശ്ശൂർ ജില്ലയിലെ 110-ലധികം വരുന്ന മണ്ഡലം പ്രസിഡന്റുമാരും അതിൻ്റെ 5-6 ഇരട്ടി വരുന്ന ആയിരക്കണക്കിന് വരുന്ന ബൂത്ത് പ്രസിഡന്റുമാരും കഠിനാധ്വാനം ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കിയത്. പക്ഷെ അതിലേക്കൊരു വഴി വെട്ടണമല്ലോ. അതിന് എനിക്ക് കഴിഞ്ഞൊന്നും അതിനെ വേണ്ട പോലെ വിഭജിച്ച് നൗഷാദിൻ്റെ മക്കൾക്ക് ഗുണകരമാകുന്ന വിധത്തിൽ അത് അവരുടെ കൈകളിൽ എത്തിക്കുന്നത് വരെ എല്ലാ അപ്പോഴും സഹിച്ചിട്ടുണ്ട്. അപ്പോൾ എതിയേട്ടാ, നമുക്കിപ്പോൾ ഇതിനകത്ത് എതിയേട്ടന് ഇനി എന്ത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഈ യതീന്ദ്രദാസിന് ഇനി എന്ത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ സാധനം എതിയേട്ടൻ്റെ മറുപടി പറഞ്ഞുകൊണ്ട് സാധനം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഷെജ്മീർ എതിയേട്ടനെ എന്തെന്ന് ചോദിക്കണമൊക്കെ ഷെജ്മീറിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കുക. പക്ഷെ ഞാനൊരു ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തുള്ളതൊരു സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകർക്കും സമൂഹത്തിനും അവരുടേതായ ന്യായമായ ആവശ്യങ്ങൾക്ക് സമീപിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമായ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ നിർവഹിക്കാൻ
ഘടകം മണിക്കുന്ന കഴിവുള്ള ഒരു നേതൃത്വം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പുന്നേലോ ചാവക്കാടോ ഗുരുവായൂരോ തൃശ്ശൂരോ കേരളത്തിലോ പോലും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഈ വർഗീയ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാത്ത, ഒരു മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന, വികസന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ മുന്നിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർ നമ്മൾ ഇപ്പോൾ നമുക്ക് ആകെ കൂടി ആശ്രയിക്കാവുന്ന മാർഗം CPM-ൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ പരിശോധിച്ച്, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള വിവരവും സമൂഹത്തിൽ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്നവർ സത്യസന്ധമായി ഞാൻ പറഞ്ഞത് വിലയിരുത്തിയിട്ട് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയണതിൽ വിഷമം വിചാരിക്കരുത്. ഞാൻ ആരെയും ഒരിക്കലും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രീയം മാറ്റാനൊക്കെ ഞാൻ മുൻകൈ എടുത്തിട്ടുണ്ട്, പലരും ഒരുപാട് ആളുകളെ മുൻകൈ എടുത്തിട്ടുണ്ട്. പക്ഷേ ഷെജിമീർ ഉൾപ്പെടെയുള്ള ആളുകൾ മാറി ചിന്തിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇന്നലെ വരെ കോൺഗ്രസ് ആയിരുന്ന യതീന്ദ്രദാസ് എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇന്നൊരു സഖാവാണ്. എന്നെ അദ്ദേഹത്തിൻ്റെ കൂടാരത്തിലേക്ക് എന്നെയും എന്നെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. എന്നിരുന്നാലും ഒരു പാരമ്പര്യ കോൺഗ്രസ്സുകാരനായ എനിക്ക് ഒറ്റയടിക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ എന്തുകൊണ്ടും പ്രയാസമുണ്ട്. എന്നിരുന്നാലും എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ഇന്നലെ വരെ കണ്ട അതേ സ്നേഹത്തോടെ അതേ ബഹുമാനത്തോടെ ഞാൻ നാളെ മുതൽ സഖാവേ എന്ന് വിളിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ പുതിയ പാതയിൽ അദ്ദേഹത്തിന് വിജയം നൽകട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. യതീന്ദ്രദാസിനെ നാളെ നമുക്ക് പൊതുവേദികളിൽ ചുവപ്പണിഞ്ഞ സഖാവായി ലാൽ സലാം വിളിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യാമെന്ന് ആശംസിച്ചുകൊണ്ട് അഭിമുഖം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.